ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കുറച്ച് നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. നമ്മുടെ മുടി ഈ വേവി ടെക്സ്ചറിൽ എങ്ങനെ ആക്കാം എന്നുള്ളത്. ഞാൻ കേൾ ചെയ്തിട്ടുണ്ട് മുടി, സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട് മുടി. അപ്പം ഇന്ന് വേവി ടെക്സ്ചറിൽ എങ്ങനെ ആക്കാം എന്നോർത്താണ്. അപ്പം ഞാനൊരു റിവ്യൂവിന് വേണ്ടി ഒരു സാധനം വാങ്ങിച്ചിരുന്നു. അപ്പം അതിൻ്റെ അത് 5 in 1 പ്രൊഡക്റ്റ് ആണത്. 5 in 1 എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. കാണാൻ പറ്റുന്നുണ്ടോ? ബാക്കിൽ നിന്നാണ് ഫ്രണ്ടിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് റെമിങ്ടണിന്റെ 5 in 1 മൾട്ടി സ്റ്റൈലർ എന്നുള്ള ഹെയർ സ്റ്റൈലേഴ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണാൻ പറ്റും. കണ്ടോ, ചെറിയ കേളർ, വലിയ കേളർ, സൈസ് അനുസരിച്ച് ഓരോ വ്യത്യാസമുണ്ട്. ഇത് പിന്നെ ഡ്രയർ വെച്ച് ഹെയർ കേൾ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ പിന്നെ സ്റ്റൈലർ. പിന്നെ ഇതാണ് ഞാൻ മെയിൻ ആയിട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച സാധനം. പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഈ ഹെയർ സ്റ്റൈൽ എനിക്ക് ചേരത്തില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഹാൻഡിൽ കണ്ടോ, ആ ഹാൻഡിലിൻ്റെ അകത്ത് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളും, പിന്നെ ഇതൊരു ലോക്കാണ് കണ്ടോ. ഈ ലോക്കിൽ നമ്മൾ ഇനി ഇതിൽ കയറ്റി വെക്കാനുള്ള സ്റ്റൈലർ, അതിൻ്റെ അയൺസ് ഇത് കണ്ടോ, ചെറിയ അയൺ നമ്മളിവിടെ കയറ്റിയിട്ട് ക്ലിക്ക്, അതാണ്. ഇത് നമ്മൾ കേൾ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. എനിക്കിതല്ല സ്റ്റൈൽ ചെയ്ത് നോക്കാൻ ആഗ്രഹം. ഞാനപ്പോൾ മാറ്റിയിട്ട് ഇതാണ് സംഭവം എനിക്ക് ട്രൈ ചെയ്യേണ്ടത്. ഇതിന് അത്ര കംഫർട്ടബിൾ അല്ലാന്ന് തോന്നുന്നു, കാരണം കുറച്ച് ഹെവി വെയിറ്റ് ഉണ്ട് ഇതിന് കയ്യിൽ ഹാൻഡിൽ ചെയ്യാൻ. എന്നാലും കുഴപ്പമില്ല. നമുക്കപ്പം ഇത് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം മുടി ഏത് ലുക്കിലാവണേ എന്നുള്ളത് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ള, എൻ്റെ മുടി ഞാൻ ഓൾറെഡി പെർമനന്റ് ഹെയർ സ്ട്രൈറ്റൻ ചെയ്തതാണ്. അപ്പം നിങ്ങൾ എൻ്റെ നേരത്തെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് വീഡിയോ പെർമനന്റ് ഹെയർ സ്ട്രൈറ്റനിങ്ങിൻ്റെ ആണ്. വീട്ടിൽ തന്നെ ഞാൻ തന്നെ ചെയ്തത്. അപ്പം ആ ഹെയർ സ്ട്രൈറ്റനിങ് ആണ് ഇപ്പോഴും എനിക്ക് കിടക്കുന്നത്. അത് ഞാൻ ചെയ്തത് കഴിഞ്ഞ ലാസ്റ്റ് ഇയർ നവംബറിലാണ് ചെയ്തത്. ഇപ്പം ഓൾമോസ്റ്റ് ഒരു 5-6 മാസം ആയില്ലേ. അപ്പോഴത്തേക്കും എൻ്റെ മുടി വളർന്നു വന്ന് തുടങ്ങി. ഇതിപ്പം ജസ്റ്റ് കുളിച്ചിട്ട് ഹെയർ ഡ്രൈ ചെയ്തത് കൊണ്ട് അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണതാണ്. അല്ലെങ്കിൽ ഇത് ഈ വളവ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഈ വളവ്, അതായത് ഇവിടം വരെ എൻ്റെ നോർമൽ മുടി വളർന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ വളവുകൾ കണ്ടോ മുടിയുടെ ഇവിടെയുള്ള ഈ. അപ്പോൾ അത് അത്രയും എനിക്ക് തോന്നുന്നു ഒരു 4-5 സെന്റിമീറ്റർ മുടി വളർന്നിട്ടുണ്ട് എൻ്റെ. എന്നാലും കുഴപ്പമില്ല. ഈ ഹെയർ നമുക്കിത് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാവുമെന്ന്. ന്യൂ ലുക്ക്. അപ്പോൾ ഇതും ഇതുപോലെ ക്ലിക്ക്. അപ്പോൾ കറക്റ്റായി. ഇനി നമുക്കിത് ഓണാക്കാം. ഓണാക്കേണ്ട സ്വിച്ച് ഇവിടെയുണ്ട്, കാണാമോ? ലൈറ്റ് കത്തുന്നുണ്ട്. അത് 190 ഡിഗ്രിയാണ്, 190 ഡിഗ്രി. അപ്പോൾ 190 ഡിഗ്രിയിൽ അത് ഹീറ്റ് ആകും. ഒരു മിനിറ്റ്. ഇതിൻ്റെ ഈ കാല് എന്ന് പറയുമ്പോൾ, അതായത് താഴെ നമ്മൾ വെക്കുമ്പം നിലത്തിങ്ങനെ നേരെ ഈ അയൺ ചെന്ന് പ്രസ് ആവാതിരിക്കാനുള്ളതാണ്. അപ്പം ഞാൻ ഇട്ടപ്പം ലോങ് പ്രസ് തന്നെയാണ് അത് ഓഫ് ആവണേ. ഇത് ചൂടായിട്ടുണ്ടോ? ചെറിയ ചൂടുള്ളൂ. അപ്പോൾ ഞാൻ ഇത് ലോക്ക് ചെയ്തിട്ട് എന്നോട് ഊരി ഇപ്പുറത്തെ സൈഡിലായിരുന്നു വരണം. കണ്ടോ, ഇതിവിടെ ഇരിക്കും. ഇതിവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴെ ഇതിങ്ങനെ എന്താ പറയണ്ടേ, ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് നിലത്ത് വെക്കാതെ. അപ്പം കാണിച്ചു തരാം. ഞാൻ താഴെ വെച്ചാൽ കാണാൻ പറ്റത്തില്ല. ഇത് നോക്കിയോ, ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അതെ ഇങ്ങനെ സ്റ്റാൻഡ് പോലെ നിങ്ങൾക്ക് വെക്കാൻ പറ്റും. അതാണ് അതിൻ്റെ കാല്. ഓക്കെ, ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മടക്കി ഇപ്പുറത്തോട്ട് വെക്കാം. ഇനി നമുക്കത് ഓണാക്കി വെക്കാവേ. ഒരു 2 മിനിറ്റ്, 1 മിനിറ്റ് മതിയായിരിക്കും. അതെ, ഓണാക്കി. അപ്പോൾ ഇതിൽ കിടക്കുന്നത് 190 ഡിഗ്രിയിലാണ്. 190 ഡിഗ്രിയിൽ എത്ര കളാവും എന്ന് നോക്കാം. പിന്നെ നമ്മൾ ഇതുപോലെ സ്റ്റൈലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും ഹോട്ട് അയൺസ്, ഹോട്ട് പ്ലേറ്റ്സ്, സ്ട്രൈറ്റനിങ് ഒക്കെ ചെയ്യുമ്പോൾ മുടിയിൽ എപ്പോഴും നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടി ഹെയർ സ്ട്രൈറ്റനിങ്, അതായത് ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ലോറിയലിന്റെ ഡിഫീറ്റ് ദ ഹീറ്റ് എന്നുള്ള ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ആയിരുന്നു. ഇതിപ്പം ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്, കുറച്ചായി. അപ്പം ഞാനിപ്പോൾ വേറെ വാങ്ങിച്ചത് ഹെർബൽ എസൻസിന്റെ ബ്ലൂട്ടൻ സാഫ്റ്റ് എന്ന് പറയുന്നത് റോസിന്റെ സ്മെല്ലുള്ളത് ആണ് വാങ്ങിച്ചത്. അപ്പം ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീവിൻ സ്പ്രേ ആണ്, ഓൾ ഇൻ വൺ. അതായത് നമുക്ക് ലീവിൻ സ്പ്രേ ആയിട്ട് ജസ്റ്റ് അടിച്ചിടാം, അതുപോലെ ഹീറ്റ് പ്രൊട്ടക്ഷൻ ആയിട്ട് യൂസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഉള്ളത് കൊണ്ട് വാങ്ങിച്ചതാണ്. അപ്പൊ ഇതിന് നല്ലൊരു മണമുണ്ട്. ഇതിന്റെ മണം വേറൊരു മണമാണ്, കുറച്ചും കൂടെ ഒരു കട്ടിയുള്ള മണമാണെന്ന് തോന്നാറ് ഇതിന്. ഇത് കുറച്ചും കൂടെ മറ്റേ എന്താ പറയുക, ഫെമിനൈൻ, ഫ്ലോറൽ അങ്ങനത്തെ മണമാണ്. അപ്പൊ ഞാൻ സ്പ്രേ യൂസ് ചെയ്യുമ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനത്തെ സ്മെല്ലാണ്, അതായത് ഒരു ഫ്ലോറൽ സ്മെല്ലായിട്ടുള്ള പെർഫ്യൂംസ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു സ്മെല്ലാണ്. അപ്പോൾ ഇതിന്റെ ഷാമ്പൂവും കണ്ടീഷണറും ഞാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എൻ്റെ മുടി കിടക്കുന്ന ലുക്ക് കണ്ടോളൂ കേട്ടോ. എനിക്ക് ഇതിൽ കൂടുതൽ ബാക്കിലോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പം കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കണോ. കണ്ടോ, നമുക്ക് സ്റ്റൈൽ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുടീനെ സെക്ഷൻ ആക്കണം. നമ്മളെപ്പം ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യുവാണെങ്കിലും, അല്ലെങ്കിൽ മുടി സ്റ്റൈൽ ചെയ്യുവാണെങ്കിലും, കേൾ ചെയ്യുവാണെങ്കിലും ഒക്കെ മുടി നമ്മളിങ്ങനെ പല സെക്ഷനായിട്ട് ചെയ്യുവാണെങ്കിൽ മാത്രമാണ് കംപ്ലീറ്റ് ഫുൾ ഹെയർ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ആദ്യം ഞാൻ എൻ്റെ മുടി ഫുള്ള് ബാക്കിലോട്ട് ഇട്ടിട്ട്, നമുക്ക് ബാക്കിൽ നിന്ന് വേണം, താഴെ നിന്ന് വേണം ചെയ്തു വരാൻ. അപ്പോൾ ഇപ്പോഴും നമ്മൾ മുകളിൽ നിന്നല്ല ചെയ്തിരുന്നത്, ഇപ്പോഴും നമ്മൾ ബാക്കിൽ നിന്ന് വേണം ചെയ്തു വരാൻ. അപ്പോൾ ഈ ചെവിയുടെ ഈ ഒരു ഹാഫ് ലെങ്ത്തിൽ നിന്ന് ഇങ്ങനെ മുടി എടുത്തിട്ട്
അത്രയും മുടി ബാക്കിലിട്ടാൽ മതി. ഇത് കണ്ടോ, ഒരു ചെറിയ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി മുടി നമുക്ക് ഇങ്ങനെ ചുരുട്ടിയെടുത്ത് നമുക്കിങ്ങനെ മുകളിൽ വെക്കാം. എന്നിട്ട് അതൊന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കാം. ഓക്കെ, ചുരുട്ടിയെടുത്ത് വെക്കാം. അപ്പൊ എന്നിട്ട് ഇതിനെ ഇങ്ങനെ ബാക്കിലത്തെ മുടിനെ നമ്മൾ കറക്റ്റ് നടുവേന്ന് 2 സെക്ഷൻ ആക്കി ഇങ്ങനെ എടുക്കുക. അതെ, ഫ്രണ്ടിലോട്ട് കറക്റ്റ് 2 സെക്ഷൻ ആയിട്ട് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സ്പ്രേ എടുക്കുക, അടിക്കുക. കണ്ണൊക്കെ അടച്ചു വെച്ചിട്ട് വേണേ അടിക്കാനായിട്ട്. കണ്ണിലോട്ടൊക്കെ അടിക്കരുത്, ഇങ്ങനെ ഒക്കെ കെമിക്കലാണ്. കണ്ണിലോട്ടൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മുടിയെ സ്ട്രെയിറ്റ് ആക്കി എടുക്കുക എന്നുള്ള. അപ്പം നമ്മൾ സാധനം എടുത്തു, ഇതാ ഈ സാധനം ബാക്കിലോട്ടാക്കി. നല്ല ചൂടുണ്ട്, ചിലപ്പോൾ പുക മറിച്ചിടുമല്ല. അതെ, ഇത് കണ്ടോ, ഇത് അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനൊരു ക്ലാമ്പ് ഉണ്ട് ഇവിടെ, ഇത് വെച്ച് ഇങ്ങനെ ഓപ്പൺ ചെയ്യും. വാ മുതലേക്ക് പോലെ ഇങ്ങനെ വാ പൊളിക്കും. എന്നിട്ട് ഈ മുടി, കുറേ മുടിയുണ്ട്, അപ്പോൾ ഈ മുടിനെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 സെക്ഷൻ ആക്കുക. കുറച്ച് ബാക്കി ഇങ്ങോട്ട് ആക്കിയിട്ട് ബാക്കിലത്തെ മുടി എടുക്കുക. ബാക്കിലത്തെ മുടീനെ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ തന്നെ എല്ലാം ചെയ്യുമ്പോൾ ഇത്തിരി കൂടെ പാടുണ്ടാവും കേട്ടോ. യോ, കാണാമോ നിങ്ങൾക്ക്? ഒന്ന് വെച്ചിട്ട് എടുക്കുക. നിങ്ങൾക്ക് മുടിക്ക് എന്തെങ്കിലും വ്യത്യാസമുള്ളതായിട്ട് തോന്നിയോ? കണ്ടോ, നടുവെന്ന് ഇങ്ങനെ ആ ഒരു മടക്ക് കണ്ടോ, മടങ്ങി അങ്ങനെ വരും. വയ്ക്കും. അത് കഴിഞ്ഞ് അവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഇനി എടുത്തിട്ട് അടുത്ത ഭാഗം വെക്കുക. ഇങ്ങനെ ഒരു 10 സെക്കൻഡൊക്കെ വെക്കുക, എടുക്കുക. കണ്ട, ഇനി ഇരിക്കും. ഇത് വീണ്ടും ബാക്കി ഭാഗം എടുത്ത് അപ്പൊ നമ്മൾ വിട്ടു. അപ്പൊ നമ്മളുടെ ഈ മുടിയും കണ്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നമ്മൾ, അതായത് ഇങ്ങനെ സ്ട്രൈറ്റനിങ് ഒന്നും ചെയ്യാത്ത മുടിയൊക്കെയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് വരുമായിരിക്കും എന്ന് വിചാരിക്കണം. ഇനി ഈ മുടി പോയിട്ട് പുതിയ മുടി വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. എൻ്റെ സ്ട്രൈറ്റ് ചെയ്ത മുടി പോയി കഴിയുമ്പോൾ. അപ്പോൾ അത് ഇതിപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വളഞ്ഞ മുടി. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും, വളഞ്ഞ മുടിയാണെങ്കിൽ എല്ലാവരും സ്ട്രൈറ്റ് ചെയ്യും. സ്ട്രൈറ്റ് ആയി കഴിഞ്ഞപ്പോൾ വീണ്ടും വളഞ്ഞാക്കുന്നു. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ബാക്കിലോട്ട് ഇട്ടു. ഇനി അടുത്ത സെറ്റ് മുടി ചെയ്യുക. അങ്ങനെ അതുപോലെ തന്നെ എന്തോ പൊട്ടണ സൗണ്ടൊക്കെ കേൾക്കണ്ടേ? കണ്ടോ, അതെന്താ സൗണ്ട് എന്നറിയോ? ഇതിൽ നമ്മൾ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ അടിച്ചില്ലേ, അതിൻ്റെ ഒരു നനവുണ്ടല്ലോ, ആ നനവ് പൊട്ടണതാണ് ആ കേൾക്കുന്നത്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് മുടിയും കൂടി ഒന്ന് കയറ്റുക. കണ്ടോ, അപ്പം മുടി ഇതിൻ്റെ ഉള്ളിലായിരിക്കണം, ഇങ്ങനെ ഇരിക്കും. അപ്പൊ കുറേ വളഞ്ഞു വന്നിട്ടുണ്ട്. ഇങ്ങനെ വളച്ചെടുത്തു. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞാനും ആലോചിക്കുക, എന്തിനാ ഇങ്ങനെ വളച്ചെടുക്കണേന്ന്. കാരണം വളഞ്ഞ മുടിയിൽ സ്ട്രെയിറ്റ് ആക്കിയതാണല്ലോ, പിന്നെ എന്തിനാ എല്ലാം അത് ട്രൈ ചെയ്ത് നോക്കാന്ന്. ഓക്കെ, അപ്പൊ ഞാനിത് മൊത്തം മുടിയും ചെയ്ത് കഴിയുമ്പോൾ കാണിക്കാമേ. അല്ല, ബാക്കിലോട്ടിടാം, ഫ്രണ്ടിലോട്ടിടാം. സത്യം പറയട്ടെ, ഇതിന് കുറേ സമയം വേണം കേട്ടോ. എൻ്റെ മുടി നീണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലാവുമ്പോൾ. എന്താ ഇവിടെ വരെ പൊങ്ങി വന്നിട്ടുണ്ടോ. ഇത്രയും നീളത്തിൽ എൻ്റെ മുടി നീണ്ടിട്ടുണ്ട്. ബാക്കി മുടി സ്ട്രെയിറ്റ് ആക്കി മുടിയായിരുന്നു. വേവി ഹെയർ. ഇനി നമ്മൾ വീണ്ടും മുടിയെ അഴിച്ചു കൊടുത്ത് അടുത്ത സെക്ഷൻ ആക്കുക. പടിക്കിടക്കണ മുടി എങ്ങനെ ജോയിന്റ് ആയി വരുമോ? അതും ഇങ്ങനെ 2 സെക്ഷൻ ആക്കുക. ഈ മുടി ബാക്കിലോട്ട് ഇടുക. എന്നിട്ട് നമ്മൾ തേങ്ങ മൊത്തം അടിച്ചാൽ മതി. ചെവിയൊക്കെ സൂക്ഷിക്കണേ, ചെവിയുടെ അടുത്തുകൊണ്ട് വച്ചേക്കുക. എൻ്റെ ബേർഡ്സ് കണ്ടോ നിങ്ങൾ? കുസും എന്താവും നോക്കണം. ഞാൻ ബാക്കിലോട്ട്. ആഹാ, ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ, ഇപ്പം എൻ്റെ മുടിയാണെങ്കിൽ ലെയർഡ് ഹെയർ കട്ട് ചെയ്തേക്കണം, ലെയർ കട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പൊ ലെയർ കട്ടിൽ ഇതിന്റെ ഭംഗി അത്ര വരുമോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു കുറച്ച് സ്ട്രെയിറ്റ് ഹെയർ കട്ട് ചെയ്ത് വരില്ലേ, സ്ട്രെയിറ്റ് ഹെയർ കട്ട് ചെയ്തവർക്കും അല്ലെങ്കിൽ ലോങ് ഹെയർ ആയിട്ടുള്ളവർക്ക് ഇത് നല്ല ഭംഗിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇത് വെച്ച് ചെയ്യുന്നത്.
എനിക്ക് പണ്ട് നല്ല ലോങ് ഹെയർ ആയിരുന്നു. പക്ഷേ അത് കുറേ നാൾ ലോങ് ആയതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഷോർട്ടാക്കി. പിന്നെ എൻ്റെ ഹെയർ മുഴുവൻ കട്ട് ചെയ്യണതൊക്കെ എപ്പോഴും ഞാൻ തന്നെയാണേ. കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്കും വെട്ടണം തോന്നും. അങ്ങനെ ഞാൻ വിട്ടു. ഓക്കെ. ഇനി ആ കഥയൊക്കെ പോട്ടെ. പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. മുടി കൂടുതലുള്ളപ്പോൾ നമ്മളത് കൂടുതൽ സെക്ഷൻ ആക്കി എടുക്കണേ. ഒരുപാട് കട്ടിയായിട്ട് മുടി അങ്ങ് തീറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റില്ല. അപ്പോൾ അത് ശരിയായി വരത്തില്ല. ചെവി സൂക്ഷിക്കുക. എനിക്കറിയാം നിങ്ങളാരും ഇത് ചെയ്യാൻ പോകുന്നതെന്ന്. പണ്ട് ഞാൻ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ, ഈവൻ എൻ്റെ ഹെയർ സ്ട്രൈറ്റനിങ് ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും, നീ അല്ലാണ്ട് വേറെ ആരെങ്കിലും ഇതൊക്കെ തന്നെ ചെയ്യുമോ? പോയി കടയിൽ പോയി ചെയ്താൽ പോരെ. അതുകൊണ്ട് ഞാൻ മാത്രമേ ഇങ്ങനത്തെ വട്ടൊക്കെ കാണിക്കുള്ളൂ എന്ന് എനിക്കറിയാം. പാമ്പ് പോലെ. അപ്പോൾ അത് കഴിഞ്ഞു. നെക്സ്റ്റ് സെക്ഷൻ ചെയ്യണതിന് മുന്നേ ഫ്രണ്ടിലോട്ട്. ഞാൻ ശരിക്കും പറയണം കേട്ടോ, നമ്മൾ പെർമനൻ്റ് ഹെയർ സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് അത്രയും ഇതായിട്ട് കിടക്കില്ല. പക്ഷേ എന്നാലും കുറച്ച് അതിൻ്റെ ഒരു എഫക്റ്റ് നിൽക്കും. നമുക്ക് സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിച്ച് നിർത്താൻ പറ്റും അങ്ങനെ. പക്ഷെ നമ്മുടെ നോർമൽ ഹെയറിലായിരിക്കും കുറച്ചും കൂടെ ഇങ്ങനെ നമ്മൾ ഹെയറിൽ വർക്ക് ചെയ്യുന്നത് നല്ലതായിട്ട് കിടക്കുന്നത് നോർമൽ ഹെയർ ആയിരിക്കും എപ്പോഴും. ഉണ്ടോ? ഇതിൽ ആ വേവ്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ? ഞാൻ പ്രൊട്ടക്ഷൻ സ്പ്രേ അടിക്കാൻ മറന്നുപോയി. കുഴപ്പമില്ല, എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ അടിച്ചിടാം. ലുക്ക് പുക വന്നുണ്ടോ? ഞാൻ ഇനി അടുത്ത ലാസ്റ്റ് ആൻഡ് ലീസ്റ്റ്. ലാസ്റ്റ് അല്ല, ഈ സൈഡിലത്തെ ലാസ്റ്റ്, ഈ സെക്ഷനിലെ ലാസ്റ്റ്. ഇത് വേറൊരു ലുക്കാണ്. ഇങ്ങനത്തെ ഒരു, എൻ്റെ നോർമൽ ഹെയർ ആണെങ്കിലും ഇത്രയും വളഞ്ഞ ഹെയർ അല്ല. ചെറിയൊരു വേവ്സ് പോലത്തെ ഹെയറേ ഉള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് ആദ്യമായിട്ടായിരിക്കും ഈ ഒരു കേളി ലുക്കിലുള്ള ഹെയർ വരുന്നത്. അത് ട്രൈ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതാണ് ഞാനിത് വാങ്ങിച്ചു നോക്കിയത്. ഇത് മൊത്തം ചെയ്യാൻ എത്ര സമയം എടുത്തു എന്ന് ഞാൻ പറയാട്ടോ. എൻ്റെ മുടിയെ പഴിച്ചപ്പോൾ എനിക്ക് ആരെ പോലെ തോന്നി. എന്നെയല്ല, എൻ്റെ മുടിയെ കണ്ടപ്പോൾ മുടി ആശാശരത്തിൻ്റെ മുടി പോലെ തോന്നുന്നു. ഇതിലേക്ക് ഡിഫറൻസ് അറിയാമല്ലോ. ഈ സൈഡിലത്തെ ഹെയറും ഈ സൈഡിലത്തെ ഹെയർ നോക്കും. നമ്മുടെ സൈഡിലോട്ട് കിടക്കത്തില്ല. നമുക്കിവിടെ ഇങ്ങനെ നെറ്റിയിൽ ചുഴി ഉണ്ടാകത്തില്ലേ, ആ സൈഡിലോട്ട് മാത്രമേ അത് വളരുള്ളൂ. അത് അങ്ങനത്തെ ഒരു മുടിയാണത്. അപ്പോൾ നമ്മുടെ ഫൈനൽ പരിപാടിയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതും കൂടെ കഴിഞ്ഞാൽ ഐ തിങ്ക് കഴിഞ്ഞു.
എന്താ ഇങ്ങോട്ട് നിൽക്കുന്നേ? ഇങ്ങോട്ട് പോകത്തെന്താ? ഇനി നമുക്ക് മുടി അഴിച്ചിട്ട് നോക്കാം. How it looks like. Wow, curly look. എൻ്റെ മുടി ശരിക്കും കേർലി ലുക്കായിട്ടുണ്ട്. ഇങ്ങനത്തെ മുടി മാത്രം ഒന്നുകൂടെ നോക്കട്ടെ കേട്ടോ. അത് ബ്രഷ് ചീപ്പ് വെച്ചല്ല ചെയ്യുന്നത്, ഇങ്ങനത്തെ വലിയ പല്ലുള്ള ചീപ്പ് വെച്ച് ചെയ്യണം. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മുടെ മുടി ഇങ്ങനെ ആയെന്ന്. പക്ഷെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ലുക്ക്, കൊള്ളാം. നല്ല എൻ്റെ മുടി ആദ്യം ഇരുന്ന നിങ്ങൾ ഓർക്കുന്നില്ല, നല്ല കോല് പോലെ ഇരുന്നേ. ഇപ്പൊ ഒന്ന് തിക്ക് ഫുൾ ഹെയർ ആയി. കുറച്ച് സമയം പണിയെടുക്കണമെന്നേ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ലാസ്റ്റ് ആൻഡ് ലീസ്റ്റ് നമുക്ക് മുടിയിൽ സെറ്റിംഗ് സ്പ്രേ അടിക്കാം. ഇത് ലോറിയലിൻ്റെ ഫിക്സ് ആൻഡ് സ്റ്റൈല് സെറ്റിംഗ് സ്പ്രേ ആണ്. അപ്പം ഇത് വെച്ച് നമുക്ക് മുടി അങ്ങ് സെറ്റ് ചെയ്യാം. നോക്കിയോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. കണ്ണൊക്കെ അടച്ചു പിടിച്ചിട്ട് പൊങ്ങിയിരിക്കുന്ന മുടീനെ കൂടെ ഞാനൊന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ലുക്ക്. കാണിച്ചു തരാം ഞാൻ. പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ റിയൽ ആയിട്ട് ഞാൻ ഈ സാധനം റിട്ടേൺ ചെയ്യാൻ തന്നെ വിചാരിച്ചിരുന്നത്. ഞാനിത് എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് അത് വാങ്ങിച്ചത്. കാരണം ഇത് ഈ 3 റോഡ് വരുന്നത് അതെങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയില്ല. പക്ഷെ ഞാനത് ഒരു പ്രാവശ്യം എടുത്തിട്ട് ചെറുതായി ചെയ്ത് നോക്കി. ഇപ്പം ഞാൻ ഓർത്തു എന്ത് പൊട്ടലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇപ്പം എനിക്കത് ഇഷ്ടപ്പെട്ടു. നല്ല ഫുള്ളായിട്ട് കിടക്കണു ഹെയർ. നല്ല നോക്ക് നോക്ക്, നല്ല ഫുള്ളായിട്ട് കിടക്കണല്ലേ. നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അത് ഇതിൻ്റെ റിവ്യൂ ആയിരുന്നു. ആക്ച്വലി ഞാൻ തിരിച്ച് റിട്ടേൺ ചെയ്യണമെന്ന് വിചാരിച്ച് തന്നെ ചെയ്തതാണ്. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നന്നായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.